വിശദമായ വാർത്തയിലേക്ക്. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ആരോപണം. പോലീസ് പരാതിക്കാരുടെ മൊഴിയെടുത്തു. പൊതുജനമധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നയാളെയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയുമായ ഷാഫിയെ പോലൊരാളെ അപമാനിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചെന്ന മൊഴി. നോർത്ത് SI കെ വിജയരാഘവനാണ് മൊഴി രേഖപ്പെടുത്തിയത്. പരാതിക്കാരായ കോൺഗ്രസ് നേതാക്കളുടെ മൊഴിയാണ് നോർത്ത് പോലീസ് രേഖപ്പെടുത്തിയത്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ CV സതീഷ്, ഹരിദാസ് മച്ചിങ്ങൽ തുടങ്ങിയവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. നേരത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് ഭാരവാഹികൾ പരാതി നൽകിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് രാഹുലിനും ഷാഫിക്കുമെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത്. പരാതി പ്രകാരം കേസെടുക്കാൻ വൈകിയതായി ബ്ലോക്ക് പ്രസിഡന്റ് സതീഷ് പറഞ്ഞു. ഇന്നു തന്നെ FIR പുറപ്പെടുവിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. അതുണ്ടായില്ലെങ്കിൽ നിയമപരവും രാഷ്ട്രീയവുമായ നടപടികളിലൂടെ പരിഹാരം കാണുമെന്ന് സതീഷ് പറഞ്ഞു. ഈ 25-ാം തീയതി കഴിഞ്ഞ 25-ാം തീയതി EN സുരേഷ് ബാബു ഷാഫിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ SP ഓഫീസിൽ പരാതി കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നോർത്ത് പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ വിളിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ മൊഴി കൊടുത്ത് FIR ഇടാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. CI സ്ഥലത്തില്ലാത്തതിനാൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി FIR ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹം EN സുരേഷ് ബാബു പറഞ്ഞ തെളിവ് ഉണ്ട് എന്ന് പറഞ്ഞ തെളിവ് പുറത്തു വിടണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഷാഫിക്കെതിരെ എന്ത് തെളിവുണ്ടെങ്കിലും അത് പുറത്തുവിടാൻ ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾക്കതിൽ യാതൊരു വിഷമവുമില്ല. മാത്രമല്ല ഇനിയും FIR ഇട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. മാത്രമല്ല SP ഓഫീസ് ഉൾപ്പെടെ ഞങ്ങളുടെ DCC നേതൃത്വവുമായി ആലോചിച്ച് SP ഓഫീസ് ഉൾപ്പെടെ ഉപരോധിക്കാനാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. മാത്രമല്ല അദ്ദേഹം സത്യത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മൊത്തത്തിൽ അധിക്ഷേപിച്ചിരിക്കുകയാണ്. കാരണം സ്ത്രീകളിൽ സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് പറഞ്ഞുകൂടി, അതുപോലെ തന്നെ സുന്ദരികളും സുന്ദരികളല്ലാത്ത സ്ത്രീകളായി രണ്ട് വിഭാഗമായി വേർതിരിച്ച് കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ച് അദ്ദേഹം സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് ഞങ്ങളുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. ഷാഫി രാഹുലിന്റെ ഹെഡ്മാഷാണെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം. പക്ഷേ വിവാദമായതോടെ പിന്നീട് സുരേഷ് ബാബു പരാതി ആവർത്തിച്ചിരുന്നില്ല. CPMന്റെ മറ്റു നേതാക്കളാരും ആരോപണം ഏറ്റെടുത്തതുമില്ല. ആരോപണം ഉന്നയിച്ചവർ തെളിയിക്കട്ടെ എന്നാണ് മുതിർന്ന CPM നേതാവ് AK ബാലൻ പറഞ്ഞത്. UTV ന്യൂസ്, പാലക്കാട്.